മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും അവസാനത്തെ അടവായിരുന്നു സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ വിവാദം. അടവ് മാത്രമല്ല, ഗതികേടിൽ നിൽക്കുമ്പോൾ ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയായിരുന്നു അത്. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സോണിയാഗാന്ധിയെയും വെച്ച് തുലാഭാരം തൂക്കാൻ വന്ന CPM-ന് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഇങ്ങനെയൊരു പണിക്ക് നിൽക്കുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ തങ്ങിയിട്ടാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച തന്നെ നടത്തിയത് എന്നൊക്കെയാണ് ഒരു CPM നേതാവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആരെ കിട്ടിയാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി ചെയ്തതാണിതൊക്കെ. പക്ഷേ സംഭവം കയ്യിന്നുപോയി. സോണിയാഗാന്ധിക്ക് സ്വർണ്ണ കച്ചവടക്കാരനുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടുന്നൊരാവശ്യം ഇല്ല എന്ന് ജനങ്ങൾ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഈ ഫോട്ടോ എടുത്തതെല്ലാം 2012-ലായിരുന്നു. അന്നാണ് അടൂർ പ്രകാശ് സ്ഥലം MLA ആയിരുന്നത്. അന്ന് തനിക്ക് തൊട്ടിരുന്നത് ശബരിമലയിലെ കീഴ്ശാന്തിയൊക്കെ ആയിരുന്ന പോറ്റിയാണ് എന്നൊക്കെ തോന്നിപ്പോയി. യഥാർത്ഥത്തിൽ ഈ പോറ്റിയെ കള്ളനാക്കിയത് പിന്നീടാണ്. 2016-ൽ പിണറായി 1ാം സർക്കാർ വന്ന് അതിൽ കടകംപള്ളി ദേവസ്വം മന്ത്രിയായി. ഈ പറയുന്ന പത്മകുമാറും N വാസുവും ഒക്കെ ദേവസ്വം പ്രസിഡന്റുമൊക്കെ ആയതിനു ശേഷമാണ് പോറ്റി യഥാർത്ഥ കള്ളനായി മാറുന്നത്. അതായത് 18-19 മുതൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കൾ അടിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായി ശബരിമലയിൽ ഒരു ഏജന്റിനെ വേണമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ശബരിമലയിൽ അകത്തും പുറത്തും കടക്കാനുള്ള അധികാരത്തിലുള്ള ഒരാളെ അതിന് കിട്ടുമ്പോഴാണ് ഇവരുടെ കാര്യങ്ങൾക്ക് വിശ്വാസ്യത കൂടിയത്. അതിനാണ് പോറ്റിയെ അവർ ഉപയോഗിച്ചത് ആദ്യം. പിന്നീട് കാര്യങ്ങളെല്ലാം പോറ്റി തന്നെ നിയന്ത്രിച്ചു. അതുപ്രകാരമാണ് ശബരിമലയിൽ പോറ്റിയെ ഉപയോഗിച്ച് തട്ടിപ്പ് തുടങ്ങിയത്. ബാക്കി നമ്മൾ ഊഹിച്ചാൽ മതി. ആ പാരടിപ്പാട്ടിൽ പറഞ്ഞതുപോലെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ഇത് ശബരിമലയിൽ പോറ്റിയാണെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ആരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലായിക്കൊണ്ടിരിക്കും. ഏതായാലും പോറ്റിയെ ഉപയോഗിച്ച് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയത്, ആദ്യം പിണറായി വിജയനെ ഇതെല്ലാം അറിയിച്ചിരുന്നുവോ എന്നറിയില്ല. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനും കഴിയില്ല. അറിയിക്കാതെയാണോ ഈ സ്വർണ്ണക്കൊള്ള തുടങ്ങിയതെന്നും അറിയില്ല. പക്ഷേ പിണറായി വിജയൻ വല്ലാതെ ഭയക്കുകയാണിപ്പോൾ. ഒരാൾക്കെതിരെയും നടപടിയെടുക്കുന്നില്ല പാർട്ടിയിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. കള്ളന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹം ഒറ്റപ്പെടുന്നത്. സത്യത്തിൽ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്ന 2 CPM നേതാക്കൾ ഇന്നും ജയിലിലാണ്. അത് മറച്ചുവെക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഫോട്ടോ വിവാദം മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ വെച്ച് ഈ നിലവാരം കുറഞ്ഞൊരു വാർത്താ സമ്മേളനം നടത്തി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത് ജനങ്ങൾക്ക് പിടികിട്ടി. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പോറ്റിയുടെ ഫോട്ടോ പുറത്തു വന്നു എന്ന് കരുതി മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാണെന്ന് പ്രതിപക്ഷം പോലും പറയാതിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ പേരുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ വെപ്രാളത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്.